മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ കുതിരാനിൽ ഒറ്റയാനെയും ആനക്കൂട്ടത്തെയും തുരത്താൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാമെന്ന് ഡോക്ടർ അരുൺ സക്രിയ. പിസിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക കുതിരാനിൽ പ്രായോഗികമല്ലെന്ന് ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു. തൃശൂർ കുതിരാനിൽ ഒറ്റയാനെയും ആനക്കൂട്ടത്തെയും തുരത്താൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാമെന്നാണ് ഡോക്ടർ അരുൺ സക്രിയ അറിയിച്ചിരിക്കുന്നത്. പിച്ചിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക കുതിരാനിൽ പ്രായോഗികമല്ല എന്നാണ് അരുൺ സക്രിയ പറയുന്നത്. ഒറ്റയാനെയും ആനക്കൂട്ടത്തെയും തുരത്താനുള്ള പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാമെന്നാണ് വെറ്റിനറി സർജൻ അരുൺ സക്രിയ അറിയിച്ചിരിക്കുന്നത്. പിച്ചിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക കുതിരാനിൽ പ്രായോഗികമല്ല എന്നും അരുൺ സക്രിയ പറഞ്ഞു. പ്രശ്നം എന്ന് പറഞ്ഞൊരു കൂട്ടമുണ്ട്, അതേപോലെ തന്നെ അത് ബുൾസാണ് മെയിനായിട്ട്, കൊമ്പന്മാരാണ്. ഒരു മസിലൊരു എലഫൻ്റ് ഉണ്ട്, അത് അറ്റാക്കിംഗ് മോഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് കോംപ്രഹെൻസീവായിട്ട് ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു ലോങ് ടേം ആയിട്ട് മാനേജ് ചെയ്യാനുള്ള തീരുമാനം തന്നെ എടുക്കാൻ പോകുന്നത്. അതിൻ്റെയാണെന്നൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, എക്സ്പേർട്സ് എല്ലാം വരുന്നുണ്ട്. എന്നിട്ട് ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിനെ കംപ്ലീറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം, അതിൻ്റെ ട്രാക്കുകൾ നമ്മൾ കണ്ടെത്തണം, അതിന് എങ്ങനെ തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരുപാട് പ്ലാൻസ് വെക്കണം. ക്യാപ്ചർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാരണം ടെറൈൻ ഭയങ്കര പ്രോബ്ലമാണ്, നമുക്ക് സ്റ്റീപ്പാണ്, നമുക്ക് ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം കിടക്കുന്നുണ്ട്. ഒറ്റയാനെയും ആനക്കൂട്ടത്തെയും തുരത്താനുള്ള പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാമെന്നാണ് അരുൺ സക്രിയ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരു താൽക്കാലിക പരിഹാരമല്ല ഈ വിഷയത്തിൽ കാണാൻ സർക്കാർ അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്ദേശിച്ചത് എന്നാണ് അരുൺ സക്രിയ വ്യക്തമാക്കിയത്. ദീർഘകാലത്തേക്കുള്ള ഒരു പ്ലാൻ, അതായത് അവിടെ ഈ കുതിരാൻ ഭാഗത്ത് ഇറങ്ങിയിട്ടുള്ള ആ കാട്ടാനക്കൂട്ടവും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രശ്നം സൃഷ്ടിക്കുന്ന ഒറ്റയാനെയും സ്ഥിരമായി അവിടെ നിന്ന് മാറ്റുക, ദീർഘകാലത്തേക്ക് മാറ്റുക എന്നതാണ് വനംവകുപ്പിന്റെ ഒരു ഉദ്ദേശം. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പിച്ചിയിൽ ഉന്നതതല യോഗം ചേരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രശ്നക്കാരനായ ഒറ്റയാനെ മയക്കുവെടി വെക്കുക പ്രായോഗികമല്ല എന്ന് തീർത്തും പറഞ്ഞിരിക്കുകയാണ് അരുൺ സക്രിയ. കാരണം ആ ഭൂപ്രദേശം അങ്ങനെ ഒരു മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉള്ള ഒരു സ്ഥലമല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, ആന മതപ്പാടിലാണെന്നുള്ളൊരു സംശയം കൂടി നേരത്തെ തന്നെ വനം വകുപ്പിന്റെ മറ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഇതെല്ലാം ഈ സാഹചര്യമൊക്കെ കണക്കരുത്, മയക്കുവെടി എന്നത് പ്രായോഗികമല്ല, മറിച്ച് ഈ വാഴാനി വനമേഖലയിലേക്ക് പിച്ചി വനമേഖലയിൽ നിന്നും ഒട്ടേറെ ആനകൾ ഈ കുതിരാൻ തുരങ്ക പാത വന്നതിന് ശേഷം കടന്നിട്ടുണ്ട്. 15ലധികം ആനകൾ കടന്നിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായി വനവകുപ്പിന്റെ കയ്യിലുള്ള കണക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആനകൾ സ്വാഭാവികമായും ഈ കുതിരാൻ തുരങ്കപാതയുടെ വലതുവശം പിച്ചി വനമേഖലയും ഇടതുവശം വാഴാനി വനമേഖലയുമാണ്. അതായത് വടക്കാഞ്ചേരി, ചേലക്കര, പഴയന്നൂരും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം. ഈ ഭാഗത്തേക്കാണ് പിച്ചിയിൽ ഭാഗത്തു നിന്നും കാട്ടാനകൾ ഇറങ്ങിയിട്ടുള്ളത്. അതിൽപ്പെട്ട ആനയാണ് ഈ ഒറ്റയാനും. അപ്പോൾ ഈ വടക്കാഞ്ചേരി, അകമല ഭാഗത്തൊക്കെ ഇറങ്ങുന്ന വാഴക്കൊമ്പൻ ഉൾപ്പെടെ നിരവധി പ്രശ്നക്കാരനായ ആനകളുണ്ട്. ഈ ആനകളെ എല്ലാം അവിടെ നിന്നും തുരത്താനുള്ള ഒരു ദീർഘകാല പ്ലാനാണ് വനം വകുപ്പ് ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്നത്. അതിന് ആനകളെ കണ്ടെത്തേണ്ടതുണ്ട്. ഒരാനയല്ല, ഒട്ടനവധി ആനകളുണ്ട്. ഈ ആനകളെ കണ്ടെത്തേണ്ടതുണ്ട്. അവയെ തുരത്താനുള്ള ദീർഘകാലത്തേക്ക് അവിടെ നിന്നും മാറ്റാൻ, ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ, പിച്ചി വനമേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഉന്നതതല യോഗം ചെയ്തത്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. ദിവസങ്ങളോളം അതിനുവേണ്ടി പ്രയത്നിക്കണം, അതിനുവേണ്ടി ഒരു വലിയ പ്ലാൻ തയ്യാറാക്കണം. ആനയുടെ സഞ്ചാരപാതകൾ കണ്ടെത്തണം, ആനകളെ ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധന നടത്തണം. വലിയൊരു സന്നാഹം തന്നെ അതിന് വേണ്ടിവരും. നിലവിലുള്ള ഈ ദൗത്യസംഘം ഒന്നും പോരാതെ വരും. വലിയൊരു വനം വകുപ്പിന്റെ ദൗത്യസംഘം തന്നെ വേണ്ടി
വരും. ഒരുപക്ഷെ കുങ്കിയാനകളും ഇനി ഇപ്പോൾ 2 കുങ്കിയാനകളെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ എത്തിച്ചിട്ടുള്ളത്. വയനാട്ടിൽ നിന്നും വിക്രം ഭരത്. ഈ 2 കുങ്കിയാനകളെ കൊണ്ടൊന്നും മതിയാവില്ല, ഇനിയും ആ കുങ്കിയാനകളെ എത്തിക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു നടപടിയിലേക്കാണ് വനംവകുപ്പ് കടക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അരുൺ സക്കറിയ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും യോഗം ചേരും. യോഗത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കും, ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തന്നെ തയ്യാറാക്കും. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കുമെന്നാണ് അരുൺ സക്കറിയ ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. ഇതിലേക്ക് പശ്ചാത്തലം ഇന്നലെ ഈ കുതിരാൻ ക്ഷേത്രത്തിന് സമീപം, പഴയ കുതിരാൻ തുരങ്കപാതയ്ക്ക് സമീപം ഇന്നലെയും ഈ ഒറ്റയാൻ ഇറങ്ങിയിരുന്നു. പുലർച്ചെ 1 മണിയോടെയാണ് ഇറങ്ങിയത്. പിന്നീട് സ്വമേധയാ കാട് കയറി പോവുകയായിരുന്നു. ആ കുങ്കിയാനകളെ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആന ഇറങ്ങിയത്. അതിനിടയിൽ ഡ്രോൺ ഉപയോഗിച്ചും എല്ലാം പരിശോധന നടത്തിയെങ്കിലും ഈ ഒറ്റയാനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചെ ഈ മേഖലയിൽ തന്നെ, ജനവാസ മേഖലയിൽ ഈ ആന ഇറങ്ങിയത്. ഭാഗ്യവശാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ആന സൃഷ്ടിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആന സ്വമേധയാ തന്നെ കാട് കയറിപ്പോയി. ആ സമയത്ത് ഈ ആനയെ കാട് കയറ്റാനുള്ള നടപടികളിലേക്കൊന്നും കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം രാത്രിയാണ്, ഇരുട്ടാണ്. ആന ഒരുപക്ഷെ മതപ്പാടുള്ള ഒരു സാഹചര്യത്തിൽ ആനയുടെ പ്രതികരണം എത്തരത്തിലായിരിക്കും എന്നത് കൂടി വലിയ ആശങ്കയാണ്. അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് മാത്രമാണ് ആനയെ മറ്റ് ദൗത്യത്തിലേക്കൊന്നും കടക്കാതെ പോയത്. എന്തായാലും ഈ ആനയെ മാത്രമല്ല, അവിടെയുള്ള ഒറ്റ കൊമ്പന്മാരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ആനകളെ മുഴുവൻ ആ വാഴാനി വനമേഖലയിൽ നിന്നും തിരികെ പീച്ചി വനമേഖലയിലേക്ക് കാട് കയറ്റാനുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഇന്ന് നടക്കുന്ന യോഗത്തിന് ശേഷം അരുൺ സക്കറി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ, വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അടങ്ങുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നവർ തീരുമാനിക്കുക. ദീപ്തി. ശരി അനീഷ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. തൃശൂർ കുതിരാനിൽ ഒറ്റയാനെയും ആനക്കൂട്ടത്തെയും തുരത്താൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാമെന്നാണ്